PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 3 ക്ലാസ്സുകൾ വെച്ചിട്ടാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 10 മണിക്ക് GK ടോപ്പിക്ക്, 3 മണിക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അത് ഒരാഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം മാത്സ്, 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മലയാളം. പിന്നെ നമ്മൾ രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങൾ ടോപ്പിക് വൈസായിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ മാക്സിമം ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തുക. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യണം. കാരണം നമ്മൾ ക്ലാസ്സുകൾ കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട PDF-ഉം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും അതുപോലെ ഓരോ ക്ലാസ് എടുത്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട പോൾസ് ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത് ടെലിഗ്രാം വഴിയാണ്. സോ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് മാത്സിൽ അഭാജ്യ സംഖ്യകൾ. കഴിഞ്ഞ ദിവസം നമ്മൾ അഭാജ്യ സംഖ്യകൾ എന്താണ് എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഭാഗത്ത് നിന്നും മുൻ വർഷങ്ങളിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ മാത്സ് ഒട്ടും അറിയാത്തവർക്കും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നോട്ട് തയ്യാറാക്കിയിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളുടെ സജഷൻസ് എന്താണെങ്കിലും അത് താഴെ കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് പ്രോബ്ലം ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു സംഖ്യ തന്നിട്ട് അതിനെ അഭാജ്യ ഘടകങ്ങളാക്കാനാണ് പറയുന്നത്. അപ്പോൾ 72നെ അഭാജ്യ ഘടകങ്ങൾ ആക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 72നെ അഭാജ്യ ഘടകങ്ങൾ ആക്കണം. എങ്ങനെയാണ് ആക്കുക? അഭാജ്യ ഘടകങ്ങൾ. ഘടകം എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഘടകങ്ങൾ ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അതെ ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യും അല്ലേ? 72 എന്നിട്ടിട്ട് ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ സാധാരണ ഹരിക്കുന്നത് പോലെ ഇതിനെ എത്ര വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ, വെട്ടിച്ചുരുക്കാൻ പറ്റും എന്നുള്ള രീതിക്ക് നമ്മൾ എഴുതി ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഘടകങ്ങൾ കണ്ടുപിടിക്കുക. ഇവിടെ അഭാജ്യ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എഴുതുന്ന സംഖ്യകളൊക്കെ അഭാജ്യമായിരിക്കണം. അഭാജ്യ സംഖ്യകൾ വെച്ചിട്ടാണ് ഇതിനെ ഹരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 72ൽ നമുക്ക് എത്ര വെച്ചിട്ട് ചെയ്യാം? 2. 72 എന്ന് പറയുമ്പോൾ നമുക്ക് 2 പോകുമല്ലോ. അഭാജ്യ സംഖ്യകൾ വേണം. അഭാജ്യ സംഖ്യകൾ എന്താണെന്ന് നിങ്ങൾ പഠിച്ചു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? അപ്പോൾ 2, 3, 5, 7, 11, 13 അതൊക്കെയാണ് അഭാജ്യ സംഖ്യകൾ. അപ്പോൾ നമുക്ക് 2 എന്ന് പറയുന്ന അഭാജ്യ സംഖ്യ എടുക്കാം. അപ്പോൾ 2 72ൽ എത്ര തവണ പോകും? 72നെ 2 കൊണ്ട് ഹരിച്ചാൽ പകുതി അല്ലേ? 72ന്റെ പകുതി എത്രയാ? 36. 36 2 72 ആണ്. ഓക്കെ, ഇനി ഈ 36നെ നമുക്ക് എത്ര കൊണ്ട് ഹരിക്കാം? എഗെയിൻ നമുക്ക് 2 കൊണ്ട് ഹരിച്ചൂടെ? യെസ്, 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 36നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാ? 36ന്റെ പകുതി 18 അല്ലേ? ദെൻ നമുക്ക് എഗെയിൻ 18നെ നമുക്ക് എത്ര കൊണ്ട് ഹരിക്കാം? 2 കൊണ്ട് ഹരിച്ചൂടെ? യെസ്, 2 കൊണ്ട് ഹരിക്കുമ്പോൾ 18ന്റെ പകുതി എത്രയാ? 9 എന്ന് നമുക്ക് കിട്ടും അല്ലേ? 18നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 9 എന്ന് കിട്ടും. ഇനി 9നെയും നമുക്ക് ചെറുതാക്കാം. 9നെ 2 പോവോ? ഇല്ല, 9 ഒറ്റ സംഖ്യ ആണ്. സോ 9നെ നമുക്ക് എത്ര വെച്ച് കട്ട് ചെയ്യാം? 3 വെച്ച് കട്ട് ചെയ്തൂടെ? യെസ്, 3 വെച്ച്. അപ്പോൾ 9നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3. കാരണം 3 3 9 അല്ലേ? 9 2 18. എങ്ങനെയാണ് ഘടകങ്ങളാക്കുന്നത്? ഹരിക്കുന്നതിൻ്റെ വേറൊരു രൂപം അല്ലേ? അവസാനം നമ്മൾ 1ലേക്ക് എത്തിക്കണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ഇവിടെ 3 9നെ 3 കൊണ്ട് ഹരിച്ചു, നമുക്ക് 3 കിട്ടി. ഇനി ഈ 3നെയും നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് ഹരിച്ചൂടെ ഒന്നാക്കാൻ വേണ്ടിയിട്ട്? അപ്പോൾ 3നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 3/3 എത്രയാ? 1. അപ്പം നമ്മൾ അവസാനം 1 എത്തിച്ചു. ഇങ്ങനെയാണ് നമ്മൾ ഘടകങ്ങളാക്കേണ്ടത് കേട്ടോ. കൃത്യമായിട്ട് പോകുന്ന സംഖ്യ എടുത്തിട്ട്. അപ്പോൾ ഇതിൽ ഏത് സംഖ്യ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ അഭാജ്യ ഘടകങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് അഭാജ്യ സംഖ്യകൾ മാത്രം എടുത്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് 1 വരെ എത്തിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്തു. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതിനെ 72നെ അഭാജ്യ ഘടകങ്ങളാക്കിയാൽ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണ്. 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ എന്നും 3 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ് എന്നും 3 ക്യൂബ് ഇൻറ്റു 2 സ്ക്വയർ ഇങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നത്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഇവിടെ നോക്കിക്കേ, 2 ഇവിടെ ഒരു 2 ഇവിടെ ഒരു 2. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് വെച്ചാൽ എന്താ? 2നെ നമ്മൾ 3 തവണ ഗുണിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? 2ന്റെ ക്യൂബ് എന്നല്ലേ? യെസ്, ഇൻറ്റു എങ്ങനെ എഴുതാം നമുക്ക്? 3 ഇൻറ്റു 3. 3 ഇൻറ്റു 3 എന്ന് വെച്ചാൽ എന്താ? 3ന്റെ സ്ക്വയർ ആണ് അല്ലേ? 1 പിന്നെ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. സോ
സോ നമ്മുടെ ആൻസർ എന്താണ്? 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, എങ്ങനെ 2 ക്യൂബ് കിട്ടിയേ? 2 ഇൻറ്റു 2 ഇൻറ്റു 2, 2നെ 3 തവണ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2ന്റെ ക്യൂബാണ്. ഇവിടെ 3 ഇൻറ്റു 3, 3നെ 2 തവണ ഗുണിക്കുക എന്ന് പറയുമ്പോൾ 3ന്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ 72നെ അഭാജ്യ ഘടകങ്ങളാക്കിയാൽ എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതാണ്. സോ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ എ ആണ്, 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ. ഓക്കെ അല്ലേ? അടുത്തൊരു ചോദ്യം നോക്കാം ഇതേപോലെയുള്ളത്. അടുത്തത് 200നെ അഭാജ്യ ഘടകങ്ങളാക്കിയാൽ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 200നെ അഭാജ്യ ഘടകങ്ങളാക്കിയാൽ എന്താണ് കിട്ടുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് 5 ക്യൂബ് ഇൻറ്റു 2 സ്ക്വയർ തന്നിട്ടുണ്ട്. ദെൻ 5 സ്ക്വയർ ഇൻറ്റു 2 ക്യൂബ് തന്നിട്ടുണ്ട്. ദെൻ 5 ക്യൂബ് ഇൻറ്റു 2⁵5 എന്ന് തന്നിട്ടുണ്ട്. ഡി എന്ന് പറയുന്നത് 5⁻2 ഇൻറ്റു 5⁻3 എന്ന് തന്നിട്ടുണ്ട്. സോറി, 5⁻5 എന്ന് തന്നിട്ടുണ്ട്. ഇതിലേതാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ചു ഘടകങ്ങളാക്കാൻ എങ്ങനെയാണ് അല്ലേ. അപ്പോൾ 200നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന അഭാജ്യ സംഖ്യകളുടെ ഘടകങ്ങളാക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ എഴുതാം. എന്നിട്ട് 200ൽ നമുക്ക് എത്ര വെച്ച് കട്ട് ചെയ്യാം? നമുക്ക് ഏറ്റവും ചെറുത് തൊട്ട് തുടങ്ങാം, 2 വെച്ച് തുടങ്ങാം. അപ്പോൾ നമുക്ക് 100 കിട്ടും. പിന്നെ അതിനെ വീണ്ടും 2 വെച്ച് ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആകുമ്പോൾ ഒരുപാട് വലിയ സ്റ്റെപ്പാവും. അപ്പോൾ ഞാനിതിനെ ഒന്ന് ഷോർട്ടാക്കാൻ വേണ്ടി നമ്മൾ 5 വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ 5 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അഭാജ്യ സംഖ്യ ഏത് വേണമെങ്കിലും എടുക്കാം, നമുക്ക് ഒരേ ആൻസർ തന്നെയാണ് കിട്ടുക. അപ്പോൾ 5 വെച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് 5ൽ 200, 200നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 40. 40 ഇൻറ്റു 5 200. അപ്പോൾ 40 എന്ന് കിട്ടി. ദെൻ 40നെ എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് ഹരിച്ചൂടെ? 40നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 8. 8 5 40 എഗെയിൻ ഈ 8നെ നമുക്ക് എന്ത് ചെയ്യാം? ഹരിക്കാം. എത്ര കൊണ്ട് ഹരിക്കാം? 5 കൊണ്ട് പറ്റുമോ? ഇല്ല, 2 വെച്ച് ഹരിക്കാം അല്ലേ. അപ്പോൾ 2 വെച്ച് ഹരിക്കുമ്പോൾ 8നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 4. ഇനി ഈ 4ൽ ഏത് ചെയ്യാം? 2 വെച്ച് ചെയ്തൂടെ? 2 4ൽ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 2 കിട്ടും. സോ എഗെയിൻ ഈ 2നെ നമുക്ക് എന്ത് ചെയ്യാം? 1 ആക്കാൻ വേണ്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കാം. 2/2 എത്ര? 1 കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും എന്താ? ഇങ്ങനെ അല്ലേ, 5 ഇൻറ്റു 5. 5 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ എത്രയാ? 5ന്റെ സ്ക്വയർ ഇൻറ്റു ഇവിടെ എത്രയാ? 2 ഇൻറ്റു 2 ഇൻറ്റു 2. 2 ഇൻറ്റു 2 ഇൻറ്റു 2 മീൻസ് 3 തവണ അല്ലേ, അതായത് 2 ക്യൂബ്. അപ്പോൾ 5 സ്ക്വയർ ഇൻറ്റു 2 ക്യൂബ്. ഇതാണ് നമ്മുടെ ആൻസർ. 5 സ്ക്വയർ ഇൻറ്റു 2 ക്യൂബ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. മനസ്സിലായോ എങ്ങനെയാണ് അഭാജ്യ ഘടകങ്ങളാക്കുന്നത്? അഭാജ്യ സംഖ്യകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അഭാജ്യ ഘടകങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. 108നെ അഭാജ്യ ഘടകങ്ങളാക്കിയാൽ എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. 108നെ അഭാജ്യ ഘടകങ്ങളാക്കണം. നേരത്തെ പോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് 3 സ്ക്വയർ ഇൻറ്റു 2 ക്യൂബ്, ദെൻ 2 സ്ക്വയർ ഇൻറ്റു 3 ക്യൂബ്, ദെൻ 2⁻4 ഇൻറ്റു 3⁻7, ദെൻ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 2�6 ഇൻറ്റു 3⁻2. ഇങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ആൻസറിലെത്താം? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 108 നമുക്കതിനെ ഘടകങ്ങളാക്കുമ്പോൾ അഭാജ്യ സംഖ്യകൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 108 നമുക്ക് 2 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ 2. 108നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 108ന്റെ പകുതി 54 അല്ലേ. 100ന്റെ പകുതി 50, 8ന്റെ പകുതി 4, അപ്പോൾ 54. ദെൻ എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 2 കൊണ്ട് ഹരിച്ചൂടെ? യെസ്. അപ്പോൾ 54ന്റെ പകുതി അല്ലേ, 54നെ 2 കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ 27. 50ന്റെ പകുതി 25, 4ന്റെ പകുതി 2, അപ്പോൾ 25 2 എത്ര? 27. ദെൻ ഇതിന് നമുക്ക് വീണ്ടും 2 കൊണ്ട് പറ്റുമോ? 27 ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ലെന്നറിയാം. പിന്നെ നമുക്ക് ഏതെടുക്കാം? 3 വെച്ച് ഹരിക്കുമ്പോൾ 27നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 അല്ലേ. 9 3 27. സോ 9 എന്ന് കിട്ടി. ഈ 9നെ നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 3 3 9 ആണ്. എഗെയിൻ ഈ 3നെ നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് തന്നെ ഹരിക്കാം. അപ്പോൾ 1 കിട്ടും അല്ലേ. 3/3 1. അപ്പോൾ 1 എത്തുന്നത് വരെ നമ്മൾ ഹരിച്ചു. സോ നമുക്ക് എന്ത് കിട്ടി? 2 ഇൻറ്റു 2. 2 ഇൻറ്റു 2 മീൻസ് 2 സ്ക്വയർ ഇൻറ്റു ഇവിടെയോ 3 ഇൻറ്റു 3 ഇൻറ്റു 3. അപ്പോൾ എന്താ? 3ന്റെ ക്യൂബ് അല്ലേ. അപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 3 ക്യൂബ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്.
മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. അഭാജ്യ ഘടകങ്ങളാക്കാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സംഖ്യ തന്നിട്ട് അഭാജ്യ ഘടകങ്ങളാക്കാൻ പറഞ്ഞാൽ ഏതെങ്കിലും അഭാജ്യ സംഖ്യ എടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ ഘടകങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഘടകങ്ങൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് പറഞ്ഞോളൂ, നമ്മളതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ടൈപ്പ്, രണ്ടാമത്തെ ടൈപ്പ് നമുക്ക് പ്രോബ്ലം വരുന്നത് ഇങ്ങനെയാണ്. ആദ്യത്തെ 4 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം എത്രയാണ്? അപ്പോൾ ആദ്യത്തെ 4 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ 4 അഭാജ്യ സംഖ്യ ഏതാ? ആദ്യത്തെ അഭാജ്യ സംഖ്യ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, 2 ആണ്. ദെൻ അടുത്തത് ഗുണനഫലമാണ് ചോദിച്ചിരിക്കുന്നത്. സോ 2 ഇൻറ്റു അടുത്ത അഭാജ്യ സംഖ്യ 3 ഇൻറ്റു അടുത്തത് 5 ഇൻറ്റു അടുത്തത് 7. 4 ആയില്ലേ? 2, 3, 5, 7 ആദ്യത്തെ 4 അഭാജ്യ സംഖ്യയായി. ഇതിൻ്റെ ഗുണനഫലമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഗുണിക്കണം അല്ലേ? 3 ഇൻറ്റു 2 ചെയ്താൽ 6 കിട്ടും. 6 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 30 കിട്ടും. 30 ഇൻറ്റു 7 എങ്ങനെ കണ്ടുപിടിക്കാം? 3, 7, 21. അപ്പോൾ 30 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 21ൻ്റെ കൂടെ ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 210 എന്ന് ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ എത്രയാ? 210 ആണ്. ഓക്കെ അല്ലേ? അത്രയേ ഉള്ളൂ. ആദ്യത്തെ 4 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമാണ്. അപ്പോൾ ആദ്യത്തെ അഭാജ്യ സംഖ്യ 4 എഴുതാം, ഗുണിക്കുക, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അടുത്തതും ഇതേപോലെ ആദ്യത്തെ 6 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ 6 അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാ? നമ്മളിപ്പോൾ ആദ്യത്തെ 4 എഴുതിയില്ലേ അല്ലേ? ആദ്യത്തെ 4 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 7. അപ്പോൾ ഇത് 4 ഗുണനഫലം നമുക്ക് 210 എന്ന് കിട്ടി. ഇനി അടുത്തത്, ഇപ്പോൾ ഇവിടെ 4 ആയി. ഇനി 6 എന്ന് പറയുമ്പോൾ 7 കഴിഞ്ഞിട്ട് വരുന്നത് ഏതൊക്കെയാ? 11 ഇൻറ്റു 13 അല്ലേ? 11ഉം 13 ആണ് അടുത്തത്. അപ്പോൾ 6 ആയില്ലേ? അപ്പോൾ ഇതുവരെ ഉള്ളത് 210. അപ്പോൾ 210ൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? 11 ഇൻറ്റു 13 ഗുണിച്ചാൽ മതി അല്ലേ? അപ്പോൾ 210 ഇൻറ്റു 11 ഇൻറ്റു 13 നമുക്ക് ചെയ്യുമ്പോൾ 30, 0, 30. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. നിങ്ങളൊന്ന് ഗുണിച്ച് നോക്കിക്കോളൂ, കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ. അപ്പോൾ എന്താണ് ആദ്യത്തെ ഇത്ര അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണിച്ചിട്ട് ആൻസർ എഴുതുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് നമ്മളോട് ചോദിക്കുന്നത് ടൈപ്പ് 3. 4 ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ അഭാജ്യ സംഖ്യ അല്ലാത്തത് ഏത്? ഇതിൽ അഭാജ്യ സംഖ്യ അല്ലാത്തത് ഏതാണ്? അഭാജ്യ സംഖ്യ എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയാം. ഒന്നും അതേ സംഖ്യയും ഘടകമായിട്ട് വരുന്നതാണ് അഭാജ്യ സംഖ്യ. അപ്പോൾ ഇവിടെ 11ന് ഘടകമായിട്ട് എന്ത് മാത്രമേ ഉള്ളൂ? 1ഉം 11ഉം മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ 11 എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യയാണ്. ഇനി 13നെ നമുക്ക് എങ്ങനെ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ? 1 ഇൻറ്റു 13 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. സോ അതും അഭാജ്യ സംഖ്യയാണ്. ഇനി 15 നിങ്ങൾ നോക്കിക്കേ, 1 ഇൻറ്റു 15 എന്ന് എഴുതാം. പിന്നെയോ 5 ഇൻറ്റു 3 15 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ 15ന് 1ഉം 15ഉം അല്ലാതെ വേറെയും ഘടകങ്ങളുണ്ട്. സോ നമ്മുടെ ആൻസർ എന്താ? 15. ഇപ്പം തന്നെ കിട്ടി. ഇനിയിപ്പോൾ അടുത്തത് നോക്കേണ്ട കാര്യമില്ല അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണുമ്പോൾ അവസാനം 5 വരുന്നതിന് എന്തായാലും 5 എന്ന് പറയുന്നത് ഒരു ഘടകമായിരിക്കും അല്ലേ? അവസാനം 5 വരുന്നത് 15, 25, 35, 45 എന്നൊക്കെ പറയുന്നതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഓക്കെ, 5 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റും. അപ്പോൾ അതിന് ഘടകമായിട്ട് ഒരു 5ഉം വരുന്നുണ്ട്. അപ്പോൾ 5 അവസാനം വരുന്ന ഇങ്ങനെയുള്ള സംഖ്യകളെല്ലാം എന്താണ്? ഭാജ്യ സംഖ്യകളായിരിക്കും, അഭാജ്യ സംഖ്യ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആലോചിച്ചാൽ പെട്ടെന്ന് 5 അവസാനമുണ്ട്. സോ 5 എന്തായാലും അതിൻ്റെ ഒരു ഘടകമായിട്ട് വരും. സോ നമുക്ക് ഉത്തരം എന്തായിട്ട് എടുക്കാം? ഓപ്ഷൻ സി 15 ആയിട്ട് എടുക്കാം. ഒരു ചോദ്യം കൂടെ ഇതുപോലത്തെ നോക്കാം. അടുത്തത് അഭാജ്യ സംഖ്യ അല്ലാത്തത് ഏത്? തന്നിട്ടുള്ള ഓപ്ഷൻസ് 79, 59, 39, 29. ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വരും, കാരണം ഇവിടെ 5 ഒന്നും അവസാനം വരുന്നില്ല. പിന്നെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഒന്ന് ആലോചിച്ച് നോക്കുക. 39, 59, 79. 79നെ നമുക്ക് ഏതെങ്കിലും 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതായിട്ട് എഴുതാൻ വേണ്ടി പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇല്ല. അടുത്തത് 59, ഏതെങ്കിലും 2 സംഖ്യകൾ തമ്മിൽ ഗുണിച്ചെഴുതാൻ പറ്റുമോ? ഇല്ല. 39നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് എഴുതാം അല്ലേ? 13 ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 39 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 39 എന്ന് പറയുന്നത് എന്താ? ഒരു അഭാജ്യ സംഖ്യയാണ് അല്ലേ? സോറി, അഭാജ്യ സംഖ്യ അല്ലാത്തതാണ്. അപ്പം ഭാജ്യസംഖ്യയാണ്. 13 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 1ഉം 13ഉം 13ഉം 3ഉം. അപ്പോൾ 3ഉം 1ഉം 13ഉം എല്ലാം ഘടകങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ 39 എന്താ? ഒരു ഭാജ്യസംഖ്യയാണ് അല്ലേ? അപ്പോൾ അഭാജ്യം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ആൻസർ എന്താ? 39.
അപ്പോൾ ഇതെങ്ങനെയാണ് ഇപ്പോൾ 79 59 ഗുണിച്ചെഴുതാൻ പറ്റില്ല എന്ന് കണ്ടുപിടിക്കാമെന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അഭാജ്യ സംഖ്യകൾ കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്, അത് ഞാൻ അവസാനം പറഞ്ഞു തരാം. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് ടൈപ്പ് 3 എന്ന് പറയുന്നത് കേട്ടോ. ഇനി ടൈപ്പ് 4, നാലാമത്തെ ടൈപ്പ് ചോദിക്കുന്നത് തന്നിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ ഡി 5. ഇതിൽ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ചോദിച്ചിരിക്കുന്നത്. അഭാജ്യ സംഖ്യകൾ നമ്മൾ പഠിച്ചു. ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ആയിരുന്നെങ്കിൽ നമുക്ക് 1 എന്ന് എഴുതാം അല്ലേ. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്, അഭാജ്യ സംഖ്യ എന്ന് വെച്ചാൽ 1 പിന്നെ അതേ വേറൊരു സംഖ്യയും അല്ലേ, അതായത് അതേ സംഖ്യ, നമ്മൾ ഏത് സംഖ്യയാണോ എടുക്കുന്നത് 1 ആ സംഖ്യയും ഘടകങ്ങളായിട്ട് വേണം. ഇപ്പൊ 1 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1 മാത്രമേ ഉള്ളൂ, വേറൊരു സംഖ്യ അവിടെ വരുന്നില്ല അല്ലേ. അപ്പൊ 1 അഭാജ്യ സംഖ്യ ആണോ? അല്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാ? 2 ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ 2 എന്നുള്ളതാണ് ആൻസർ. ഇനി അതേപോലെ തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത എണ്ണൽ സംഖ്യ ഏതാണ്? തന്നിരിക്കുന്നതിൽ ഭാജ്യവുമല്ല അഭാജ്യവുമല്ല. അഭാജ്യം എന്ന് വെച്ചാൽ 1 ആ സംഖ്യയും മാത്രം ഘടകങ്ങൾ. ഭാജ്യം എന്ന് വെച്ചാൽ 1 ആ സംഖ്യ അല്ലാതെ മറ്റു ഘടകങ്ങൾ ഉള്ളതാണ് ഭാജ്യ സംഖ്യ എന്ന് പറയുന്നത്. ഇത് രണ്ടും അല്ലാത്ത എണ്ണൽ സംഖ്യ ഏതാണ്? ഇപ്പൊ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയാണ് 2 എന്ന് പഠിച്ചു. 3 എന്ന് പറയുന്നതും അഭാജ്യമാണെന്ന് പഠിച്ചു. അപ്പോൾ 1 ആണോ 0 ആണോ ആ ഒരു ഡൗട്ട് വരും അല്ലെ. 0 ആയിരിക്കാം അല്ലെങ്കിൽ 1 ആയിരിക്കാം. 1 എന്ന് പറയുന്നത് അഭാജ്യമല്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ പിന്നെ 0 ആവില്ലേ ആൻസർ എന്നുള്ള രീതിക്ക് നമ്മൾ വരും. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ, ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത എണ്ണൽ സംഖ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എണ്ണൽ സംഖ്യ, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എണ്ണുമ്പോൾ 0 മുതൽ എണ്ണുമോ? 0, 1, 2 എന്നും പറഞ്ഞ് നമ്മൾ എണ്ണുമോ? ഇല്ല. നമ്മൾ എപ്പോഴും എണ്ണുമ്പോൾ എങ്ങനെയാണ് എണ്ണുക? 1, 2, 3 എന്നാണ് എണ്ണിപ്പോവുക അല്ലേ. അപ്പൊ എണ്ണൽ സംഖ്യ എന്ന് എടുത്തു പറഞ്ഞതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ ബി ആണ് 1. 2ഉം 3ഉം അഭാജ്യമാണെന്ന് നമുക്കറിയാം. അപ്പൊ അത് അഭാജ്യമായതുകൊണ്ട് അഭാജ്യമോ ഭാജ്യമോ അല്ലാത്തത് എന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെയുള്ളത് 1ഉം 0ഉം ആണ്. ഇവിടെ എണ്ണൽ സംഖ്യ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സോ 0 എന്നത് ഒരിക്കലും ഒരു എണ്ണൽ സംഖ്യ അല്ല. അതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്തായി? ഓപ്ഷൻ ബി ആയി. ഈ ഒരു ടൈപ്പും ചോദിക്കാറുണ്ട്, നോട്ട് ചെയ്ത് വെച്ചേക്കണം. അടുത്ത ഒരു ടൈപ്പ് 5, ഒരു സംഖ്യ തന്നിട്ട് അതിന് എത്ര ഘടകങ്ങളുണ്ട്? 101ന് എത്ര ഘടകങ്ങളുണ്ട്? പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ചോദ്യങ്ങളൊക്കെ. 101ന് എത്ര ഘടകങ്ങളുണ്ട്? എങ്ങനെയാ കണ്ടുപിടിക്കുക? നേരത്തെ പോലെ ഘടകങ്ങളാക്കി കണ്ടുപിടിക്കേണ്ടി വരുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? 101 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയാണ്. അഭാജ്യ സംഖ്യയാണ്. അഭാജ്യ സംഖ്യ എന്ന് വെച്ചാൽ എന്താ പ്രത്യേകത? ആ സംഖ്യക്ക് ഘടകമായിട്ട് 1ഉം ആ സംഖ്യയും മാത്രമേ ഉണ്ടാവുള്ളൂ. 101 കിട്ടണമെങ്കിൽ 1നെ 101 കൊണ്ട് ഗുണിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അഭാജ്യ സംഖ്യയാണ്. സോ ഒരു അഭാജ്യ സംഖ്യ എടുത്തിട്ട് അതിൽ എത്ര ഘടകങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര ഘടകം ഉണ്ടാവുള്ളൂ? ഏത് വലിയ സംഖ്യ ആണെങ്കിലും 2 ഘടകം, 1ഉം ആ സംഖ്യയും മാത്രം അല്ലേ. അപ്പൊ നമുക്ക് ആൻസർ ഈസി ആയിട്ട് കിട്ടിയില്ലേ? ഓപ്ഷൻ ഡി 2 ആണ് നമ്മുടെ ആൻസർ. 101ന് എത്ര ഘടകങ്ങളുണ്ട്? 2 ഘടകങ്ങളേ ഉള്ളൂ. അടുത്തൊരു ചോദ്യം അതേപോലെ നോക്കിക്കോളൂ. 11ന് എത്ര ഘടകങ്ങളുണ്ട്? ഈസി അല്ലേ. 11 എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു അഭാജ്യ സംഖ്യയാണ്. അതിന്റെ ഘടകം എന്ന് പറയുന്നത് 1ഉം 11ഉം മാത്രമല്ലേ വരുന്നുള്ളൂ. അഭാജ്യ സംഖ്യ എന്ന് പറയുമ്പോൾ 1ഉം അതേ സംഖ്യയും ഘടകങ്ങളായി വരണം. സോ 11ന് എത്ര ഘടകങ്ങളുണ്ട്? 2. അപ്പൊ ഏതൊരു അഭാജ്യ സംഖ്യ തന്നിട്ട് അതിന് എത്ര ഘടകങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ആൻസർ എഴുതാം. എന്താണ്? 2 ആയിരിക്കും ആൻസർ. ഓക്കെ, യെസ്. അടുത്ത ടൈപ്പ് തന്നിട്ടുള്ള ഓപ്ഷനിൽ ഒരു ഭാജ്യ സംഖ്യ ഏത് എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ, അഭാജ്യം എന്താ ഭാജ്യം എന്താന്നൊക്കെ. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളതിൽ ഒരു ഭാജ്യ സംഖ്യ. ഭാജ്യ സംഖ്യ എന്ന് പറയുമ്പോൾ 1ഉം ആ സംഖ്യയും അല്ലാതെ മറ്റ് ഘടകങ്ങൾ ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭാജ്യ സംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിക്കേ. ആദ്യം തന്നിട്ടുള്ളത് 3 ആണ്. 3 എന്ന് പറയുമ്പോൾ നമുക്ക് 1 × 3 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു അഭാജ്യമാണ്. ഇനി 5നെ നമുക്ക് 1 × 5 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അതും അഭാജ്യമാണ്. 7നെയും നമുക്ക് 1 × 7 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അതും അഭാജ്യമാണ്. 9നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 1 × 9 9 ആണ്. 3 × 3 9 ആണ്. അപ്പോൾ 1ഉം 9ഉം 3ഉം ഒക്കെ ഘടകങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഭാജ്യസംഖ്യ ഏതാ? ഓപ്ഷൻ ഡി 9. ഓക്കെ അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. ഇനി അടുത്തത് തന്നിരിക്കുന്നതിൽ അടുത്ത ടൈപ്പാണ് 5ൽ അവസാനിക്കുന്ന അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയാണ്? 5ൽ അവസാനിക്കുന്ന അഭാജ്യ സംഖ്യകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്.
ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലോട്ട് എത്താം. 5-ൽ അവസാനിക്കുന്ന അഭാജ്യ സംഖ്യകൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. 5 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയാണ്. നമ്മൾ പറഞ്ഞു 1 × 5 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇനി 5-ൽ അവസാനിക്കുന്ന ബാക്കിയുള്ള സംഖ്യകളൊക്കെ നിങ്ങൾ എടുത്തു നോക്കിക്കോ. 5-ൽ അവസാനിക്കുന്നത് 15, 25, 35, 45, 55, 65, 75, 85, 255, 255. ഏത് 5-ൽ അവസാനിക്കുന്ന സംഖ്യകൾ നിങ്ങൾ എടുത്തു നോക്കിക്കോ. അതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും അല്ലേ? അപ്പൊ 5 എന്ന് പറയുന്ന സംഖ്യ, 5-ൽ അവസാനിക്കുന്ന എല്ലാ സംഖ്യകൾക്കും 5 എന്ന് പറയുന്ന സംഖ്യ അതിന്റെ ഘടകമായിരിക്കും. നമുക്ക് എല്ലാത്തിനെയും 5-ൽ അവസാനിക്കുന്ന എല്ലാ സംഖ്യകളെയും 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും, നിശേഷമായിട്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ 5 ഒരു ഘടകമായിരിക്കും അല്ലേ? അപ്പോൾ 5-ൽ അവസാനിക്കുന്ന അഭാജ്യ സംഖ്യ ചോദിച്ചാൽ ആകെ എത്രയേ ഉള്ളൂ? 5 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എത്രയാ? 1. ഒരേ ഒരു സംഖ്യ അല്ലേ? 5-ൽ അവസാനിക്കുന്ന അഭാജ്യ സംഖ്യകൾ എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. അത് 5 മാത്രമാണ്. ബാക്കി ഏത് നിങ്ങൾ 5-ൽ അവസാനിക്കുന്ന എടുത്താലും നമുക്ക് 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ 1ഉം 5ഉം ആ മറ്റേ സംഖ്യയും എല്ലാം അതിൻ്റെ ഘടകങ്ങളായിട്ട് വരും അല്ലേ? അപ്പോൾ അത് എന്തല്ല? അഭാജ്യ സംഖ്യ അല്ല. അപ്പം 5 മാത്രമാണ് 5-ൽ അവസാനിക്കുന്ന അഭാജ്യ സംഖ്യ എന്ന് പറയുമ്പോൾ 5 മാത്രമേ ഉള്ളൂ. സോ 1 ഒറ്റ അഭാജ്യ സംഖ്യ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? യെസ്. അടുത്തൊരു ചോദ്യം PYQ ആണ് ഇതെല്ലാം. അടുത്ത ചോദിച്ചത് ഇങ്ങനെയാണ്, ശ്രേണിയാണ്. 2, 3, 5, 7 അടുത്ത സംഖ്യ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ എന്തൊക്കെ തരും? ഓപ്ഷൻ A 3 തരും, ഓപ്ഷൻ B 5 തരും, ഓപ്ഷൻ C 7 തരും, ഓപ്ഷൻ D 9 തരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അടുത്ത സംഖ്യ ഏത് എന്നുള്ളതാണ്. സോറി, ഇവിടെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, 11. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഓപ്ഷൻ തന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാം. ചിലപ്പോൾ പെട്ടെന്ന് ചിന്തിക്കാത്തവരെന്ത് ചെയ്യും? 2, 3, 5, 7 അടുത്തത് 9 ആയിരിക്കും എന്ന് ചാടിക്കേറി എഴുതാൻ പോകും. പക്ഷെ അത് തെറ്റാണ് അല്ലേ? നമുക്കറിയാം ഇവിടെ 1, 3 എന്നായിരുന്നെങ്കിൽ നമുക്കറിയാം ഒറ്റ സംഖ്യ. അപ്പോൾ 1, 3, 5, 7, 9, 11 ഇങ്ങനെയാണ് പോവുക. പക്ഷെ ഇവിടെ 2, 3 എന്നാണ് തുടങ്ങിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ 2ഉം 1ഉം കൂടെ കൂട്ടിയാലാ 3, പിന്നെ 3ൻ്റെ കൂടെ 2 കൂട്ടണം, 5ൻ്റെ കൂടെ 2 കൂട്ടണം അല്ലേ? അപ്പോൾ ഇവിടെ ഒരു 1 കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രത്യേകത? അഭാജ്യ സംഖ്യകളാണ് അല്ലേ? 2, 3, 5, 7 എന്ന് പറയുന്ന അഭാജ്യ സംഖ്യ. അടുത്തത് 9 എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം 9ൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1ഉം 9ഉം ഉണ്ട്, 3ഉം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഭാജ്യസംഖ്യ. അപ്പോൾ 9 വരില്ല. അടുത്തത് എന്തായിരിക്കും? 11 ആയിരിക്കും വരിക. സോ ഉത്തരം നമുക്ക് എന്താ വരിക? ഓപ്ഷൻ E 11 നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 11 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതൊരു ടൈപ്പ് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇനി അടുത്ത ടൈപ്പ് 8 എന്ന് പറയുന്നത് കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തതാ ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നതിൽ 73, 63, 53, 43. നമുക്ക് ഈ സംഖ്യകൾ പറയുമ്പോൾ തന്നെ മനസ്സിലാവണം ഇതെന്താണ്? അഭാജ്യ സംഖ്യയും ഭാജ്യസംഖ്യയും കൂടെ തന്നിരിക്കുക. അപ്പോൾ ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത്? 73, 53, 43. 73നെ ഏതെങ്കിലും 2 സംഖ്യകളുടെ ഗുണിതങ്ങളായിട്ട് എഴുതാൻ പറ്റുമോ? ഘടകങ്ങളാക്കിയിട്ട്? ഇല്ല. 53 പറ്റില്ല, 43 പറ്റില്ല. 63 നോക്കിക്കേ, നമുക്കറിയാം 9 × 7 എത്രയാ? 63 അല്ലെ? 7ഉം 9ഉം കൂടെ ഗുണിച്ചാൽ നമുക്ക് 63 കിട്ടും. അപ്പോൾ 9ഉം 7ഉം 1ഉം എല്ലാം എന്താണ്? ഈ 63ൻ്റെ ഘടകങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഭാജ്യസംഖ്യ അല്ലേ? യെസ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ B ആണ്. 63 ഇതിൻ്റെ കൂട്ടത്തിൽ പെടാത്തത്. ബാക്കിയെല്ലാം ഭാജ്യസംഖ്യകളാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കാറുള്ളത് കേട്ടോ, അഭാജ്യ സംഖ്യകളുടെ ഭാഗത്ത് നിന്ന്. ഇനി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അഭാജ്യ സംഖ്യ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് 1 മുതൽ 100 വരെയുള്ളതിൽ അഭാജ്യ സംഖ്യ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും 6ൻ്റെ ടേബിൾ അറിയുമായിരിക്കും. 6ൻ്റെ ടേബിൾ നിങ്ങൾ നോക്കുക. 6 ഉണ്ട്, 12 ഉണ്ട്, പിന്നെ 18, 24, 30, പിന്നെ 36, 42, 48, 54, 60, 66, 72, 78, 84, 90, ദെൻ 96 അല്ലേ? അപ്പോൾ ഇത്രയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 6ൻ്റെ ടേബിൾ വെച്ച് നോക്കുമ്പോൾ 96 വരെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആലോചിച്ച് പറയാം. 5 നമുക്ക് ഇത് അറിയുന്നതാണ്. 6ൻ്റെ തൊട്ട് മുൻപുള്ള 5ഉം 6 കഴിഞ്ഞിട്ടുള്ള 7ഉം ഇത് രണ്ടും അഭാജ്യ സംഖ്യ എന്ന് നമുക്കറിയാം. 6ൻ്റെ തൊട്ട് മുൻപുള്ള 5, 6ൻ്റെ തൊട്ട് കഴിഞ്ഞുള്ള 7ഉം അഭാജ്യ സംഖ്യ. അതേപോലെ നിങ്ങൾ നോക്കിക്കോ, 12ന് തൊട്ട് മുൻപുള്ള 11,
12 കഴിഞ്ഞിട്ടുള്ള 13 എന്താണ്? അഭാജ്യ സംഖ്യയാണ്, നമ്മൾ പഠിച്ചു തുടക്കത്തിലുള്ളത് അല്ലേ. അത് കഴിഞ്ഞ് 18 മുൻപുള്ള 17, 18 കഴിഞ്ഞുള്ള 19 അതും എന്തായിരിക്കും? അഭാജ്യ സംഖ്യ ആയിരിക്കും. ഇനി 24 മുമ്പുള്ള 23, 24 ശേഷമുള്ള 25, 25 അഭാജ്യ സംഖ്യ ആണോ? അല്ല. അപ്പോൾ ഇതൊരു എക്സെപ്ഷൻ കേസാണ്. 25 എന്ന് പറയുന്ന അഭാജ്യ സംഖ്യ അല്ല. 5-ൽ അവസാനിക്കുന്നതൊന്നും അഭാജ്യ സംഖ്യ ആയിരിക്കില്ല. പക്ഷെ ബാക്കിയെല്ലാം ഈ 6ന്റെ ഗുണിതങ്ങളുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും വരുന്ന സംഖ്യകളെല്ലാം അഭാജ്യ സംഖ്യ ആയിരിക്കും. 5ഉം 7ഉം 11ഉം 13ഉം 17ഉം 19ഉം 23. ഈ 25 5-ൽ അവസാനിക്കുന്നതുകൊണ്ട് അഭാജ്യമല്ല. ഇനി 30ന്റെ തൊട്ടുള്ളത് 29ഉം 31ഉം രണ്ടും എന്താ? അഭാജ്യ സംഖ്യകളായിരിക്കും. 36ന് തൊട്ട് മുൻപ് 35, അത് എക്സെപ്ഷനാണ്, 5-ൽ അവസാനിക്കുന്നതുകൊണ്ട് ആയിരിക്കില്ല. 36 കഴിഞ്ഞ് 37 വരുന്നുണ്ട്, അതൊരു അഭാജ്യ സംഖ്യ ആയിരിക്കും. ഇനി 42ന് മുമ്പ് 41 ഉണ്ട്, 42 കഴിഞ്ഞ് 43 ഉണ്ട്, ഇതൊക്കെ എന്താണ്? അഭാജ്യ സംഖ്യ ആയിരിക്കും. ഇനി 48ന് മുൻപുള്ള 47ഉം 48 കഴിഞ്ഞ് 49ഉം 47 അഭാജ്യ സംഖ്യ. പക്ഷെ 49ഓ അഭാജ്യ സംഖ്യ അല്ല. എന്തുകൊണ്ടാ? നമുക്കറിയാം 7 × 7 49 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതിന് മറ്റു ഘടകങ്ങൾ വന്നു, സോ അത് ആയിരിക്കില്ല. അടുത്ത 54ന് മുൻപുള്ള 53, 54ന് ശേഷമുള്ള 55. 55 നമുക്കറിയാം 5-ൽ അവസാനിക്കുന്നതുകൊണ്ട് അത് അഭാജ്യമല്ല. പക്ഷെ 53 എന്താ? അഭാജ്യമാണ്. ഇനി 60ന് മുൻപുള്ള 59ഉം 61ഉം രണ്ടും എന്താണ്? അഭാജ്യ സംഖ്യകളാണ്. അടുത്തത് 66, 66ന് മുൻപ് 65, 5-ൽ അവസാനിക്കുന്നതുകൊണ്ട് അത് അല്ല. ദെൻ 67 അഭാജ്യമാണ്. 72ന് മുൻപുള്ള 71ഉം 73 അവസാനം, അപ്പോൾ അത് രണ്ടും അഭാജ്യമാണ്. ഇനി 78ന് മുമ്പുള്ള 77 അഭാജ്യമാണോ? അല്ല. കാരണം 11 × 7 നമുക്ക് ചെയ്താൽ എന്ത് കിട്ടും? 77 കിട്ടും. സോ 77 അഭാജ്യമല്ല. 79 അഭാജ്യമാണ്. ഇനി 84ന് മുൻപുള്ള 83, ഇവിടെ 85, 83 അഭാജ്യമാണ്. 85 5-ൽ അവസാനിക്കുന്നതുകൊണ്ട് അഭാജ്യമല്ല. ഇനി 90ന് മുൻപുള്ളത് എന്താണ്? 90ന് മുൻപുള്ളതാണ് ഇവിടെ വരുന്നത് 89, പിന്നെ ഇവിടെ 91. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്താ? അഭാജ്യമാണ് അല്ലെ. 89ഉം അതുപോലെ 91. 91 അഭാജ്യമാണോ? അല്ല. 89 അഭാജ്യ, പക്ഷെ 91 അല്ല. കാരണം 13 × 7 നിങ്ങൾ ചെയ്ത് നോക്കിയോ, 91 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതുകൊണ്ട് 91 അഭാജ്യമല്ല. അടുത്ത 96, 96ന് മുൻപുള്ളത് 95ഉം 96ന് ശേഷമുള്ളത് 97ഉം. 95 5-ൽ അവസാനിക്കുന്നതുകൊണ്ട് അഭാജ്യമല്ല. 97 അഭാജ്യമാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, 6ന്റെ ഗുണിതങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 6ന്റെ പട്ടിക എടുക്കുക. ഒരു 6, 6, 2, 6, 12. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഗുണിതങ്ങൾ എഴുതുമ്പോൾ 6, 12, 18, 24, 30, 36, 42, 48, 54, 60 അങ്ങനെ പോകുന്ന 6ന്റെ ഗുണിതങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന് തൊട്ട് മുൻപുള്ള സംഖ്യയും തൊട്ട് ശേഷമുള്ള സംഖ്യയും അഭാജ്യ സംഖ്യകളായിരിക്കും. അതിൽ ചില സംഖ്യകൾ 5-ൽ അവസാനിക്കുന്നത്, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ 2 സംഖ്യകൾ കൂട്ടി എഴുതാൻ പറ്റുന്നത് 49, 77, അതുപോലെ തന്നെ 91. അങ്ങനെ ചില സംഖ്യകൾ മാത്രമാണ് അഭാജ്യ സംഖ്യകളിൽ ഉൾപ്പെടാത്തത്. ബാക്കിയെല്ലാം 6ന്റെ ഗുണിതങ്ങളുടെ മുകളിലുള്ളതും താഴെയുള്ള സംഖ്യകളും എന്താണ്? അഭാജ്യ സംഖ്യകളായിരിക്കും. അപ്പോൾ ആ ഒരു ടെക്നിക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സംഖ്യകൾക്കകത്ത് വരുന്ന അഭാജ്യ സംഖ്യകളെ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അഭാജ്യ സംഖ്യകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും ആ ഭാഗത്തു നിന്നുള്ള പ്രോബ്ലംസും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള മറ്റു ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്